നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് മുളന്തുരുത്തിയിൽ നിന്നും ആമേട എന്ന സ്ഥലത്തേക്കാണ്. ആമേട സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുറ വൈക്കം റൂട്ടിൽ നടക്കാവ് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിയുന്ന വഴിയിൽ അല്പം മുന്നിലേക്ക് പോകുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്ന് വലത്തോട്ട് തിരിയുമ്പോഴാണ് ഈ സ്ഥലം. വേമ്പനാട്ട് കായലിനോട് ചേർന്നുള്ള ഒരു ഇടമാണ് ഇത്. സർപ്പക്കാവുകളിൽ പ്രാധാന്യമർഹിക്കുന്ന ചില കാവുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം. പ്രധാനമായും നാഗങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ക്ഷേത്രമാണിത്. എല്ലാ മാസവും ആയില്യം നാളിലാണ് ഇവിടെ പ്രാധാന്യം. ധാരാളം ഭക്തജനങ്ങൾ സർപ്പദോഷത്തിനും വാസ്തുദോഷത്തിനും നാഗങ്ങളുടെ പരിഹാരത്തിനായി ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. വളരെ വലുതായ ഒരു പാർക്കിംഗ് ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനം, വസ്തുക്കളിൽ നാഗദോഷങ്ങളുള്ളത് ഈ ക്ഷേത്രത്തിൽ വന്ന് പരിഹാര കർമ്മങ്ങൾ നടത്തിയും പോരുന്നു. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന് മുൻവശം. ക്ഷേത്രത്തിന് മുന്നിലായി പിന്നിലെ കായലുമായി ബന്ധപ്പെടുത്തിയ ഒരു കുളവുമുണ്ട്. അതിൽ ധാരാളം ആമകളെയും കാണാം. ക്ഷേത്രത്തിന് പിന്നിലായി കാണുന്ന ഈ മതിലിനപ്പുറം വേമ്പനാട്ട് കായലാണ്. ഈ കായലിന് സമീപത്തുള്ള ഈ പ്രദേശമാകെ ഒരു കാലത്ത് കാടുകളാൽ നിബിഡമായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഒരു സർപ്പക്കാവാണ് ഇന്ന് ആമയുടെയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ധാരാളം ആമകൾ വസിച്ചിരുന്ന ഒരു ഇടമായിരുന്നു ഇത്. അങ്ങനെയാണ് ഇവിടെ ആമയിടം എന്ന സ്ഥലപ്പേര് വന്നത്. ആമകൾ വസിച്ചിരുന്ന ഇടം ക്രമേണ ആമയുടെയായി രൂപാന്തരപ്പെട്ടു. ക്ഷേത്രത്തിന് ഇടതുവശത്തായിട്ടാണ് കായലിനോട് ചേർന്ന് പാർക്കിംഗ് ഏരിയ. വിശാലമായി വേമ്പനാട്ട് കായൽ. മറ്റൊരു യാത്രയുടെ വിവരണവുമായി വീണ്ടും വരാം.